ഗുസ്തി താരങ്ങളുടെ മെഡലുകൾ ഗംഗയിലൊഴുക്കാനുള്ള ശ്രമം കർഷക സംഘടനകളുടെ ഇടപെടലിലൂടെ താൽക്കാലികമായി പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭം ശക്തിയാർജിക്കുന്നു. നീതി തേടിയുള്ള ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കർഷക സംഘടനകൾ ഇന്ന് ഖാപ്പ് പഞ്ചായത്ത് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കായിക താരങ്ങൾക്കൊപ്പം പ്രതിഷേധത്തിൽ അണിനിരക്കാനുള്ള തീരുമാനങ്ങൾ ഖാപ്പ് പഞ്ചായത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഇന്നലെ ഹരിദ്വാർ സാക്ഷിയായത്. നീതി ലഭിക്കാത്തതിനാൽ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കുമെന്ന് പ്രഖ്യാപിച്ച താരങ്ങൾ തീരുമാനവുമായി മുന്നോട്ടു പോയതോടെ അതിവൈകാരികമായ രംഗങ്ങൾക്കാണ് ഗംഗാ തീരം സാക്ഷ്യം വഹിച്ചത്. മെഡലുകൾ ഒഴുക്കരുതെന്ന കർഷക നേതാവ് നരേഷ് ടിക്കായത്ത് അടക്കമുള്ളവരുടെ അഭ്യർത്ഥനകൾക്ക് താരങ്ങൾ വഴങ്ങുകയായിരുന്നു. 5 ദിവസത്തെ സാവകാശമാണ് താരങ്ങൾ നൽകിയിരുന്നത്. കർഷക സംഘടനകൾ ഇന്ന് ഖാപ്പ് പഞ്ചായത്ത് കൂടി വിഷയം ചർച്ച ചെയ്യും. സമരത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ ഇന്നത്തെ ഖാപ്പ് ചർച്ചകൾ നിർണായകമാകും. നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധിക്കുന്ന കായിക താരങ്ങൾക്ക് പിന്തുണയുമായി നിരവധി പ്രമുഖർ രംഗത്തെത്തി. കപിൽ ദേവ്, അനിൽ കുംബ്ലെ, സാനിയ മിർസ, നീരജ് ചോപ്ര അടക്കമുള്ള കായിക താരങ്ങളും ശശി തരൂർ, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും കായിക താരങ്ങൾക്ക് പിന്തുണയുമായി രംഗത്തെത്തി. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തി. ചരിത്രത്തിൽ ഇതുവരെ ഒരു വനിതാ ഗുസ്തി താരത്തിന് മാത്രമാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടാനായിട്ടുള്ളൂ. അത് സാക്ഷി മാലിക്കിനാണ്. ആ പെൺകുട്ടി അടക്കമാണ് ലൈംഗികാതിക്രമ കേസിലെ പ്രതി ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയത്. ലജ്ജാകരമായ സംഭവമാണ് നടക്കുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. രാജ്യം ഞെട്ടലിലാണെന്നും പ്രധാനമന്ത്രി അഹങ്കാരം വെടിയണമെന്നുമാണ് ഗുസ്തി താരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പ്രതികരിച്ചത്. രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഗുസ്തി താരങ്ങൾ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കുമെന്ന് പ്രഖ്യാപിക്കേണ്ടി വരുന്നത് അതീവ ദുഃഖകരമാണെന്നാണ് ശശി തരൂർ പ്രതികരിച്ചത്. രാജ്യത്തിന്റെ ഹീറോയാണ് താരങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഴ്ത്തിയവരാണ് ഇന്ന് സമരം ചെയ്യുന്നത്. BJP സർക്കാരിന്റെ നിലപാട് മനസ്സിലാകുന്നില്ലെന്നും തരൂർ പ്രതികരിച്ചു. സത്യത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് മഹിളാ കോൺഗ്രസും പ്രതികരിച്ചു. താരങ്ങളുടേത് മെഡലുകൾ മാത്രമല്ല, രാജ്യത്തിന് ലഭിച്ച ആദരമാണ്. നാണം കെട്ട സർക്കാരിന്റെ തെറ്റായ നടപടി കൊണ്ട് രാജ്യത്തിന്റെ മെഡലുകൾ നദിയിൽ ഒഴുക്കരുതെന്നുമായിരുന്നു മഹിളാ കോൺഗ്രസ് അധ്യക്ഷ നെറ്റ ഡിസൂസയുടെ പ്രതികരണം. കേരള വിഷൻ ന്യൂസ്, ദില്ലി.